പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഇരയായപ്പെട്ട ഡാനിയൽ സാറാക്കുട്ടി ദമ്പതികൾ ഇപ്പോൾ അവർ നിരവധി തവണ ബാങ്കിന് മുന്നിൽ സമരം നടത്തി ഈ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചു. അവരറിയാതെ എടുത്ത വായ്പയുമായി ബന്ധപ്പെട്ട വലിയ കുടിശ്ശിക അവർക്ക് നിലനിൽക്കുകയാണ്. അവരുടെ വീടടക്കം ജപ്തി ഭീഷണിയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവർ നിരവധിയായ സമരങ്ങൾ നടത്തി. നമുക്കറിയാം, ഈ വായ്പാ തട്ടിപ്പിന് ഇരയായിട്ടാണ് രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം കെ എബ്രാഹിം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ED കേസിലും അതോടൊപ്പം ജയിലിൽ ആകപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ കൽപ്പറ്റ JR ഓഫീസിന്, ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഡാനിയലും അതോടൊപ്പം സാറാക്കുട്ടിയും സമരം ചെയ്യുകയാണ്. ഇപ്പോൾ സമരം ചെയ്യുന്ന അവർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ആരംഭിച്ച സമരമാണ്. രാത്രിയിലും ഈ JR ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന, അതായത് ഇവിടെ തന്നെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഡാനിയലായിട്ടോട് സംസാരിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു JR ഓഫീസിലേക്ക് സമരം വ്യാപിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഒത്തിരി കാലമായിട്ട് ഈ രേഖകളെല്ലാം ഓരോ രീതിയിലും പോയിട്ട് ഞാനൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ രേഖ വെച്ചിട്ട് എൻ്റെ രേഖ പുറത്തിറക്കണില്ല. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസ എടുത്തതല്ല. അത് കൃത്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതിലേക്ക് ഇവർ നീക്കിക്കൊണ്ട് പോകേണ്ട വരും. എൻ്റെ രേഖ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ എടുക്കാത്തതുകൊണ്ട് ആ രേഖ പുറത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും പൈസ കൊടുത്ത് നല്ല രീതിയിലേക്ക് നീങ്ങേണ്ട വരും. ആ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതാണ് ഈ JR ഓഫീസിൻ്റെ മുന്നിൽ ഇവരാണ് ഈ ക്രൂരത കാണിച്ചത്. ഈ JRഉം അവരുടെ അനുയായികളും വക്കീലന്മാരും ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പ്രതികൾ. ഈ പ്രായമായ ഒരു അവസ്ഥയിലും ഇത്തരത്തിലൊരു സമരത്തിലേക്ക് അങ്ങനെയാണ് സമരം അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കണം. ഉദ്യോഗസ്ഥരാണ് ഇതിൽ കൂടുതലായിട്ട് പങ്കാളിത്തം വഹിച്ചത്. അതോടെ കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇതിൽ ഉണ്ടായിരുന്നല്ലോ. അവരൊന്നും ഇതിലേക്ക് നമ്മളെ വലിച്ചഴിച്ചിട്ട് നമുക്കൊരു നീതി കിട്ടാനുള്ള സംവിധാനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യമില്ല. ഞാൻ എൻ്റെ മുതല് പട്ടയം വെച്ച് ഈ പൈസ ഇന്ന രീതിയിലാക്കിയിട്ടും ഒരു അനുകൂലങ്ങൾ എനിക്ക് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ആ പൈസ ചോദിച്ചതിന് എന്നെ എൻ്റെ കുടുംബത്തെയും മക്കളെയും ക്രൂരമായ രീതിയിൽ ഇവർ ആക്രമിച്ചു. അതിൻ്റെ പ്രയാസത്തിൽ എങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മുതലും കൊടുത്ത് ഈ തല്ല് മേടിക്കേണ്ട സാഹചര്യം 73 വയസ്സായി എനിക്ക് ഉണ്ടായതിൽ വളരെ ഖേദമുണ്ട്. എനിക്ക് പറ്റിയ ഒരു സാഹചര്യം ഇനി എൻ്റെ പാവപ്പെട്ട ഒരു സഹോദരങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വളരെ വിഷമത്തോടും ബുദ്ധിമുട്ടോടും കൂടി ഈ സമരത്തിലേക്ക് നീങ്ങുന്നത്. ആയതുകൊണ്ട് എന്നെ നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും കൂടി സഹായിച്ചില്ലെങ്കിൽ ഇതിലും വേഗം മരിക്കുകയാണ് നല്ലത്. എന്തിനാണ് 7 മാസവും 12 ദിവസവും ഞാൻ സഹകരണ ബാങ്കിൻ്റെ മുന്നിൽ സത്യാഗ്രഹം കിടന്നതാണ്. അതിലൊരു നീതി എനിക്ക് കിട്ടിയില്ല. പിന്നീട് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 20 ദിവസം കെ എബ്രാഹിമിൻ്റെ വീട്ടിൽ, പിന്നെ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ എല്ലാം കൂടെ കൂടിയിട്ട് കിടന്നാണ് 20 ദിവസം കിടന്ന് 21ാമത്തെ ദിവസം ഇപ്പോൾ JR ഓഫീസിൻ്റെ മുന്നിലേക്ക് ഇവിടെ വന്ന് നിരാകാരം കിടക്കുകയാണ്. എന്തെങ്കിലും നീതി കിട്ടി നല്ല രീതിയിലേക്ക് വരുമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഇതിലും ഭേദം മരണമാണ് നല്ലത്. ഒരാൾ മരിച്ചു, ഇനി അടുത്ത എൻ്റെ മരണം കൂടെ ഉണ്ടാവും ഇത് അധികം താമസിക്കാണ്ട്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ, അതായത് ഇവർ നിരാലംബരാണ്. ഇവർ 73 വയസ്സ് പ്രായം പിന്നിട്ടു. ഇത്തരം ഒരു അവസ്ഥയിലാണ് ഈ വായ്പാ ക്രമക്കേടുമായി തട്ടിപ്പിൽ ഇരയായ കോൺഗ്രസ് നേതാക്കളോടൊപ്പം വായ്പാ തട്ടിപ്പിൽ ഇരയായ ഡാനിയലേട്ടനും അതോടൊപ്പം സാറാക്കുട്ടിയും ഇപ്പോൾ കൽപ്പറ്റ JR ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.